ചരിത്രത്തിന്റെ ഉദയത്തിനു മുമ്പ് കാറ്റിൽ നിന്ന് തന്നെ ഒരു ഇതിഹാസം പിറന്നു. അനന്തമായ ശക്തിയുള്ള ഒരു ജീവി, എന്നിട്ടും മറന്നുപോയ സ്വന്തം മഹത്വത്തിന്റെ നിഴലിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അഞ്ജനയ്ക്കും വായുദേവനായ വായുവിനും ജനിച്ച യുവാവായ ഹനുമാന് ഭൗമിക ഭക്ഷണമൊന്നും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത വിശപ്പുണ്ടായിരുന്നു. അത് ദൈവത്തോടുള്ള വിശപ്പായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യനെ പഴുത്തതും സ്വർണ്ണ നിറത്തിലുള്ളതുമായ പഴമാണെന്ന് തെറ്റിദ്ധരിച്ചു കുട്ടി പറഞ്ഞിറങ്ങി. അവൻ വെറുതെ ചാടിയില്ല, അവൻ ആകാശത്ത് തുളച്ചു. കുട്ടി സോളാർ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ആകാശം നടുങ്ങി. പ്രപഞ്ചത്തെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കാൻ ദേവരാജാവായ ഇന്ദ്രൻ ഒരു കോസ്മിക് മിന്നൽ കൊണ്ട് അവനെ അടിച്ചു വീഴ്ത്തി. ദുഃഖിതനായ കാറ്റ് ദൈവത്തെ ശമിപ്പിക്കാൻ ദൈവങ്ങൾ വീണുപോയ കുട്ടിക്ക് ഭാവനയ്ക്ക് അതീതമായ സമ്മാനങ്ങൾ നൽകി. അജയ്യത, ജ്ഞാനം, ഇഷ്ടാനുസരണം, അവന്റെ രൂപം മാറ്റാനുള്ള ശക്തി. പക്ഷേ ഒരു പിടി കിട്ടി. ലോകത്തെ തന്റെ വികൃതികളിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ശാപം അവന്റെ മേൽ വെച്ചു. ഹനുമാൻ തന്റെ ശക്തികൾ ശരിക്കും ആവശ്യമുള്ള നിമിഷം വരെ മറക്കും. നഷ്ടപ്പെട്ടുപോയ ഭാര്യ സീതയെ അന്വേഷിച്ച് അലഞ്ഞുതിരിയുന്ന രാമൻ എന്ന രാജകുമാരൻ എത്തുന്നതുവരെ നിശബ്ദമായ സേവനത്തിൽ വർഷങ്ങൾ കടന്നുപോയി. ആ നിമിഷം വിധിയുടെ ഗിയറുകൾ തിരിയാൻ തുടങ്ങി. തിരച്ചിൽ അവരെ ലോകത്തിന്റെ അരികിലേക്ക് നയിച്ചു. അവിടെ അവർക്കും ലങ്കയിലെ രാക്ഷസരാജ്യത്തിനും ഇടയിൽ വിശാലമായ, കടന്നുപോകാൻ കഴിയാത്ത സമുദ്രം നിലകൊള്ളുന്നു. യോദ്ധാക്കൾ നിരാശരായപ്പോൾ മുതിർന്ന ജാംബവാൻ മുന്നോട്ടു നടന്നു. അവൻ പുരാതന രഹസ്യങ്ങൾ ഹനുമാന്റെ ചെവിയിൽ മന്ത്രിച്ചു. അവന്റെ ഓർമ്മയിലെ മുദ്ര പൊട്ടിച്ചു. ഭൂമി കുലുങ്ങാൻ തുടങ്ങി. ഹനുമാൻ വളർന്നു. അവന്റെ പേശികൾ പർവ്വതങ്ങൾ പോലെ വികസിച്ചു. അവന്റെ ഗർജനം കടലിന്റെ ഇടിമുഴക്കത്തെ നിശബ്ദമാക്കി. ഭീമൻ ഒടുവിൽ ഉണർന്നു. തന്റെ താഴെയുള്ള നിലത്തുതന്നെ വിള്ളലുണ്ടാക്കിയ ഒരു കുതിച്ചുചാട്ടത്തോടെ അവൻ സമുദ്രത്തിന് കുറുകെ ഉയർന്നു. നീലശൂന്യതയിലൂടെ ഒരു ജീവനുള്ള സ്വർണ്ണ ധൂമകേതു. അവനെ തടയാൻ രാക്ഷസന്മാർ ആഴത്തിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷേ അവ അവന്റെ പാതയിലെ വെറും കല്ലുകൾ മാത്രമായിരുന്നു. കടൽ സർപ്പമായ സുരസയ്ക്കോ നിഴൽ ഭൂതത്തിനോ അവനെ പിടിച്ചു നിർത്താനായില്ല. ഭീമനായിട്ടല്ല, നിഴലായാണ് അദ്ദേഹം ലങ്കയിലെത്തിയത്. ഒരു പൂച്ചയുടെ വലുപ്പത്തിലേക്ക് ചുരുങ്ങി അവൻ സ്വർണ്ണ നഗരത്തിലൂടെ നീങ്ങി. ശത്രുക്കളുടെ വീട്ടിലെ പ്രേതമാണ്. അശോകതോട്ടത്തിൽ അവൻ സീതയെ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ദൗത്യം പ്രതീക്ഷയുടെ ഒന്നായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ തീയുടെ ഒന്നായിരിക്കും. അസുരരാജാവായ രാവണന്റെ പിടിയിലകപ്പെട്ട അവർ അവന്റെ വാൾ കത്തിച്ചു. പക്ഷേ തങ്ങളുടെ ലോകം ചുട്ടുകളയാൻ ഒരു ടോർച്ച് അവർ അവനെ ഏൽപ്പിച്ചുവെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അവൻ ശിഖരത്തിൽ നിന്ന് ശിഖരത്തിലേക്ക് കുതിച്ചു. സ്വർണ്ണ നഗരത്തെ ഒരു ശവകുടീരമാക്കി മാറ്റി. ചില ദൈവങ്ങളെ കൂട്ടിലടക്കാനുള്ളതല്ലെന്ന് അന്ന് ലങ്ക മനസ്സിലാക്കി. മഹായുദ്ധം തുടങ്ങിയപ്പോൾ ഹനുമാൻ പരമമായ കവചമായി. എന്നാൽ മരണാസന്നനായ ഒരു ലക്ഷ്മണന്റെ മേൽ സൂര്യൻ ഉദിക്കാനൊരുങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം വന്നത്. പർവ്വതത്തിൽ രോഗശാന്തി നൽകുന്ന സസ്യം കണ്ടെത്താൻ കഴിയാതെ അവൻ ചിന്തിക്കാൻ കഴിയാത്തത് ചെയ്തു. അവൻ മുഴുവൻ പർവ്വതവും ഉയർത്തി ഭൂഖണ്ഡത്തിന് കുറുകെ പറത്തി. യുദ്ധം ജയിച്ചതോടെ ഹനുമാൻ കിരീടമോ പ്രതാപമോ തേടിയില്ല. ആഭരണങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ അവൻ അവയെ കീറിമുറിച്ചു. ഉള്ളിലുള്ള തന്റെ കർത്താവിന്റെ ചിത്രം മാത്രം നോക്കി. രാമനാമം ഉച്ചരിക്കപ്പെടുന്ന കാലത്തോളം ഭൂമിയിൽ നിൽക്കാൻ തിരഞ്ഞെടുത്ത നിത്യരക്ഷാധികാരിയായി അവൻ നമുക്കിടയിൽ നിലനിൽക്കുന്നു. നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ശക്തിയുടെ കഥയാണ് ഹനുമാന്റെ കഥ.